പാവയ്ക്ക സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. അതിന് പാവയ്ക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വട്ടത്തിൽ അരിഞ്ഞ് ഉപ്പ് തിരുമ്പി വെച്ച് അതിൽ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പാവയ്ക്ക നന്നായി വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഒരു വലിയ പാവയ്ക്കയാണ് ഞാനിവിടെ സാമ്പാർ വയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. പാവയ്ക്ക കോരി എടുത്ത് മാറ്റിയതിന് ശേഷം ആ എണ്ണയിൽ തന്നെ 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. അത് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള നന്നായി വഴറ്റി വന്നതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ സാമ്പാർ മസാല ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മസാലപ്പൊടികളുടെയും പച്ചമണം മാറി വന്നതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. തക്കാളി വെന്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കയ്പക്കായ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടച്ചു വെച്ച് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാൽ കപ്പ് ശർക്കര പാനി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. 5 മിനിറ്റ് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പരിപ്പിലേക്ക് ആ എരിവും പുളിയും ശർക്കരയുടെ മധുരമൊക്കെ നന്നായി ചേർന്ന് നല്ല രുചികരമായ പാവയ്ക്ക സാമ്പാർ റെഡിയായി. ഈ കറി ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനൊക്കെ വളരെ നല്ല ടേസ്റ്റാണ്. പാവയ്ക്കയുടെ കയ്പൊന്നും ഈ കറിക്കില്ല.